അമ്മപ്പുഴയുടെ പൈതലായി അന്നൊഴുകി കിട്ടിയ കർണനായി നാടിനു മുഴുവൻ സ്വന്തമായി എൻ ജീവനെ വളരെ നീ കുടിൽ മേയുവാൻ മുകിലുകൾ അതിൽ മാറി ചുവരുകൾ നിനക്കൊരു കുടം കുളിരുമായി പുതുമഴ മണിമഴ വരവായി ആറാം തമ്പുരാന് നടന ചാതുര്യത്തിൻ്റെ തികവോടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ ഈ അസുലഭ സൗഭാഗ്യം കൊയ്തെടുക്കുമ്പോൾ അഭിമാന പുളകിതരാവുന്നത് നാം മലയാളികൾ തന്നെയാണ്. പത്തനംതിട്ടയിലെ ലക്ഷ്മി വിലാസം എന്ന പേരുള്ള വീട്. ഈ വീട്ടിൽ 1135 ഇടവം 8-ാം തീയതി സൂര്യൻ ഉച്ചത്തിലായപ്പോഴാണ് രേവതി നക്ഷത്രത്തിൽ മോഹൻലാൽ ജനിച്ചത്. വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക് ഞാൻ ആദ്യമായി കണ്ണു തുറന്നത് ഈ വീടിൻ്റെ മുറികളിൽ ഒന്നിലാണ്. ഇവിടുത്തെ ചുമരുകളിൽ ഇന്നും എൻ്റെ കരച്ചിൽ പ്രതിധ്വനിക്കുന്നുണ്ടാവാം. പിച്ചവെച്ച പൂമുഖവും ഗ്രഹാങ്കണവും. ഇവിടെ ഇപ്പോഴും എൻ്റെ ബാല്യകാല സ്വപ്നങ്ങൾ ഓടി നടക്കുകയാണ്. ഇന്നത്തെ പോലെ നഴ്സറി സ്കൂളുകൾ ഒന്നും അന്നധികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല. അക്ഷരങ്ങൾ ആദ്യമായി എൻ്റെ കളിക്കൂട്ടുകാരാവുന്നത് ഈ പാഠശാലയിലെ ക്ലാസ് മുറികളിലാണ്. ഇവിടുത്തെ കുട്ടികളുടെ കലപിലയിൽ എൻ്റെ ശബ്ദവും അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവണം. അറിവിൻ്റെ മായിക ലോകത്തേക്ക് കൈപിടിച്ചാനയിച്ച എൻ്റെ അധ്യാപകർ, അവരുടെ വാത്സല്യത്തിൻ്റെയും കോപത്തിൻ്റെയും രുചിയറിഞ്ഞ നാളുകൾ. ഇന്നലെ എന്ന പോലെ എല്ലാം എൻ്റെ കൺമുന്നിൽ തെളിയുകയാണ്. ഓർമ്മകൾ, മധുരമുള്ള ഓർമ്മകൾ. കുടുസുമുറിയിൽ നിന്നും വിശാലമായ സ്വീകരണ മുറിയിലേക്ക് കയറിച്ചെന്ന പ്രതീതി ജനിപ്പിച്ച മോഡൽ ഹൈസ്കൂൾ. പുസ്തകത്താളുകൾക്കപ്പുറം കലയുടെ പുതിയ ലോകം ആദ്യമായി കണ്ടെത്താനായത് ഈ സരസ്വതി ക്ഷേത്രത്തിൽ വെച്ചാണ്. എന്നും എന്തിനും മാതൃകയായി തീർന്നിട്ടുള്ള ഈ സ്കൂൾ വളപ്പിലെ അന്നത്തെ കൊച്ചുവൃക്ഷങ്ങൾ ഇന്ന് വളർന്ന് വലുതായിരിക്കുന്നു. അവ എത്ര പ്രാവശ്യം തളിർത്തു, പൂത്തു. കാലം എത്ര മാറി. എൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ ആദ്യ അനുഭവം ഉണ്ടായത് ഈ സ്കൂളിൽ നിന്നുമാണ്. 6-ാം ക്ലാസ്സിൽ വെച്ച് തന്നെ ഞാൻ സ്കൂളിലെ ബെസ്റ്റ് ആക്ടറായി. ശ്രീ മണിയൻ പിള്ള രാജു സംവിധാനം ചെയ്ത ശ്രീ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ കമ്പ്യൂട്ടർ ബോയ് എന്ന നാടകം. വീണ്ടും 10-ാം ക്ലാസ്സിലും സ്കൂളിലെ ബെസ്റ്റ് ആക്ടറായി. അക്ഷരങ്ങളുടെയും അഭ്യാസങ്ങളുടെയും വികൃതിയുടെയും സൗഹൃദങ്ങളുടെയും വിസ്മയ ലോകം എന്താണെന്ന് കാണിച്ചു തന്ന എൻ്റെ കോളേജ് ജീവിതം. അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ വീണ്ടും ഞാൻ കോളേജിലെ ബെസ്റ്റ് ആക്ടറായി. ഞാൻ ആദ്യമായി ഒരു സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടു. എൻ്റെ ക്ലാസ്മേറ്റായ അശോക് കുമാർ സംവിധാനം ചെയ്ത തിരനോട്ടം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവം. സംഭ്രമം പൂണ്ട കണ്ണുകളോടെ ആ കളിയരങ്ങിൽ നിന്നുകൊണ്ട് ഞാൻ ആ തിരശീല മാറ്റി അഭിനയത്തിൻ്റെ അനന്തമായ ചക്രവാളത്തിലേക്ക് ഉറ്റുനോക്കി. വാക്കുകൾക്കതീതമായ സിദ്ധിവൈഭവം കൊണ്ട് വളരെ വേഗം താരങ്ങളുടെ താരമായി മാറിയ മോഹൻലാൽ മനസ്സ് തുറക്കുകയാണ് തൻ്റെ അസംഖ്യം പ്രേക്ഷകർക്ക് വേണ്ടി. ഭാരതത്തിലെ ഒരു ചലച്ചിത്ര നടന് കിട്ടാവുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് ഭരത് അവാർഡ്. ഈ ഭരത് അവാർഡ് അല്ലെങ്കിൽ ഉർവശി അവാർഡ് എന്നൊക്കെയുള്ള പേരുകൾ ഇപ്പോൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ല നടന്മാർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് മലയാളത്തിൽ നിന്നാണ് എന്ന് നമുക്കെല്ലാം അറിയാം. പി ജെ ആൻ്റണി മാഷ്, ബാലൻ കെ നായർ, മമ്മൂട്ടി, മോഹൻലാൽ, ഗോപിച്ചേട്ടൻ, സുരേഷ് ഗോപി, ബാലചന്ദ്രമേനോൻ എന്നിങ്ങനെ. ഇതിലിപ്പോൾ ഒരു പ്രത്യേകതയുള്ളത്, 2 വർഷം മുമ്പ്
ഏറ്റവും നല്ല നടന്മാർക്കുള്ള സമ്മാനം കിട്ടിയത് ബാലചന്ദ്രൻ മേനോനും സുരേഷ് ഗോപിക്കുമാണ്. കഴിഞ്ഞ വർഷം ശ്രീ മമ്മൂട്ടിക്കാണ്. ഈ വർഷം നമ്മുടെ മോഹൻലാലിനാണ്. അങ്ങനെ മലയാളികൾ ഒരു ഹാട്രിക് വിജയം നേടിയിരിക്കുകയാണ് ഈ നല്ല നടനുള്ള പുരസ്കാരത്തിൽ. ഈ വർഷം നല്ല നടനുള്ള പുരസ്കാരം കിട്ടിയ മോഹൻലാൽ നമ്മോടൊപ്പം ഉണ്ട്. ഭരതം എന്ന സിനിമയിലെ അഭിനയത്തിന് നല്ല നടനുള്ള സമ്മാനം കിട്ടിയപ്പോഴും മോഹൻലാലുമായി ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം കിട്ടിയത് എനിക്കാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ. സ്ഥലം മാത്രമൊന്ന് മാറി. അന്ന് കേരളത്തിലായിരുന്നു, ഇന്ന് മദ്രാസിലെ ലാലിൻ്റെ വസതിയിൽ തന്നെയാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് ഒരു ഇൻ്റർവ്യൂ എന്നുള്ളതല്ല, ഒരു കൂടിക്കാഴ്ച എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു. അപ്പോൾ അതുകൊണ്ട് ചിലരെങ്കിലും പറഞ്ഞു കൂടുതൽ സമയം ഞാനാണ് സംസാരിച്ചത്. ഇത്തവണ എന്തായാലും അങ്ങനെ ഒരു പരാതി ഉണ്ടാകാൻ പാടില്ല. ഒരു ഇൻ്റർവ്യൂവറുടെ കുപ്പായമാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ലാല് സംസാരിച്ചേ പറ്റുള്ളൂ. സാധാരണ സിനിമയിൽ കാണാത്ത ഒരു മുഖമാണ് ഇപ്പോൾ ഉള്ളത്. താടിയൊക്കെ വളർത്തിയിട്ട്. അത് ഏതെങ്കിലും പടത്തിന് വേണ്ടിയിട്ടാണോ അതോ? ഇല്ല, ഞാനിപ്പോൾ ഒരു മാസത്തേക്ക് ഷൂട്ട് ചെയ്യുന്നില്ല, ഷൂട്ടിങ്ങിന് പോകുന്നില്ല. ഇനി താടി വളർത്താൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. മനുഷ്യൻ താടി വളർത്തിയിട്ടുണ്ടല്ലോ, ഇത് പർപ്പസ് ഉണ്ട് എന്ന് വിചാരിച്ചു. നമ്മൾ ഈ കൺവെൻഷനെ മുഴുവൻ ബ്രേക്ക് ചെയ്യണ്ട. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആദ്യം ചോദ്യമുണ്ട്, ഇത്തവണ അവാർഡ് കിട്ടിയപ്പോൾ എന്ത് തോന്നി എന്നുണ്ട്. എനിക്ക് ആദ്യത്തെ അവാർഡ് കിരീടത്തിനാണ് കിട്ടിയത്, ഒരു സ്പെഷ്യൽ മെൻഷൻ അവാർഡ് ജൂറിയുടെ. രണ്ടാമത് കിട്ടിയ ഭരതത്തിനാണ്. മൂന്നാമത് ഇപ്പോൾ 2 അവാർഡുണ്ട്. ഒന്ന് ബെസ്റ്റ് ഫിലിമിൻ്റെ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക്, പിന്നെ ബെസ്റ്റ് ആക്ടർ. പക്ഷേ ഈ പ്രാവശ്യത്തെ അവാർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ വേണുചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ കാരണമാണ് ഒരു ഹാട്രിക് മലയാള സിനിമയ്ക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ വളരെയധികം അഭിമാനമുണ്ട്. പിന്നെ സ്റ്റേറ്റ് അവാർഡ് ഇതുപോലെ തന്നെ ആയിരുന്നു. ഈ സിനിമയ്ക്ക് ബെസ്റ്റ് ഫിലിമും ബെസ്റ്റ് ആക്ടറും ആയിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റും നേഷനും ഒക്കെ നമ്മുടെ ഒരു വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിനെ അംഗീകരിച്ചു എന്നുള്ള നിലയിൽ വലിയ അഭിമാനമുണ്ട്. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരുപാട് പേരുടെ പ്രാർത്ഥന ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു എന്നാണ്. കാരണം ഈ വാനപ്രസ്ഥം എന്നുള്ള സിനിമ എടുക്കുന്ന സമയത്ത് ഞാൻ അസോസിയേറ്റ് ചെയ്ത ആൾക്കാർ മുഴുവൻ വളരെ ജെന്യുവിനായിട്ടുള്ള, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, കഥകളിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആ കലാരൂപത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് തന്നെ അവർ പറയും, തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ തോന്നിയതിന് വലിയ കാര്യമാണ്, അത് വളരെ വലിയ രീതിയിൽ ഇത് അംഗീകരിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു വളരെ സത്യസന്ധമായ പ്രാർത്ഥന ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊക്കെ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത് ഭവിച്ചത്. ഏതായാലും വളരെയധികം അഭിമാനമുണ്ട്. നമ്മൾ പിന്നെ ഇങ്ങനെ ഒരു നൂറ്റാണ്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നാണല്ലോ പറയുന്നത്, അല്ലെങ്കിൽ 2000 എന്നൊരു വർഷമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ഒരു പുതിയ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ അത് കിട്ടുക എന്നൊക്കെ പറയുന്ന ഒത്തിരി കോമ്പിനേഷൻസ് ഉണ്ട്. ഏതായാലും വളരെയധികം ഞാൻ സംതൃപ്തനാണ്. അപ്പോൾ ഇതിന് എന്നോട് സഹകരിച്ച എല്ലാവർക്കും ഞാൻ ഇവിടെ പേപ്പർ ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ്, ഈ അവാർഡ് അല്ലെങ്കിൽ ഈ അംഗീകാരം മുഴുവൻ ഞാൻ ഈ കഥകളിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഗുരുക്കന്മാർക്കും ഷായ് സാറിനുമായിട്ടൊക്കെ ഞാൻ പങ്കുവയ്ക്കുകയാണ്. അല്ലാതെ നമ്മുടെ കഴിവായിട്ട് ഒന്നും അത് പറയുന്നില്ല. കാര്യം അവർ ഇല്ലായിരുന്നെങ്കിൽ, അവരുടെ ഒരു സഹായം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനൊരു സിനിമയെ എടുക്കാൻ പറ്റില്ലായിരുന്നു, എനിക്കതിൽ അഭിനയിക്കാനും പറ്റില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉള്ള അറിവ് വെച്ച് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നല്ലാതെ സത്യത്തിൽ അർജുനൻ എനിക്ക് അന്യനാണ്. എൻ്റെ പിഴവുകൾ അവിടെ വെച്ച് ചൂണ്ടിക്കാണിച്ച് തരാനുള്ള സന്മനസ്സുണ്ടായാൽ അതും ഒരു മഹാഭാഗ്യമായിട്ടേ ഞാൻ കരുതും. മോഹൻലാലിനെ പറ്റിയിട്ട് ആലോചിക്കുമ്പം ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് എനിക്കെപ്പോഴും തോന്നുന്ന ആദ്യത്തെ വികാരം ഒരു വണ്ടറാണ്. ഈ അത്ഭുതം എന്ന് ആലോചിക്കുകയാണെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരു നടനായി മാറിയത്, ആ വ്യക്തിയിൽ നിന്നും അദ്ദേഹം ഉരുത്തിരിഞ്ഞുണ്ടാക്കിയ നടനം എന്ന ഒരു കോൺസെപ്റ്റ്, ഒരു സിനിമാട്ടോഗ്രാഫർ എന്നുള്ള നിലയ്ക്കും ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്കും രണ്ടും എന്നെ ഒരുപക്ഷെ ഒരു അത്ഭുതം എന്നുള്ളൊരു വികാരമാണ് എത്തിച്ചിട്ടുള്ളത്. ഇതെനിക്ക് മാത്രമല്ല, വാനപ്രസ്ഥം ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള റെനറ്റോ ബൊട്ട, അതായത് ഗൊഡാർഡിൻ്റെയും അലൻ റെനയുടെയൊക്കെ ക്യാമറാമാൻ,
ഇവിടെ വന്ന് അദ്ദേഹവുമായിട്ട് പ്രവർത്തിച്ചപ്പോൾ ഈ റിഹേഴ്സൽ എന്ന കോൺസെപ്റ്റും പിന്നെ ഫിലിം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് എന്നോട് പറയുണ്ടായി. ഇത് യൂറോപ്പിൽ പലപ്പോഴും ഒരുപക്ഷെ പല റിഹേഴ്സൽസുകളെല്ലാം കഴിഞ്ഞ് ക്യാമറയുടെ മുമ്പിൽ വന്ന് ഒരുപക്ഷെ അഭിനേതാവ് എന്തുദ്ദേശിച്ചിരുന്നോ അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും പലതവണ അത് അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള റെനറ്റോ ബർട്ടോ ഇവിടെ തിരിച്ച്, അതായത് റിഹേഴ്സൽസ് ഒന്നും കൂടാതെ തന്നെ പിന്നീട് ടേക്ക് എന്ന് പറയുമ്പോൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളും വികാരങ്ങളും അത്ഭുതങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ക്യാമറയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിന് വേറൊരു തലം തന്നെ കിട്ടുകയും, ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം തന്നെ ഒരു തവണ ക്യാമറ ഓഫ് ചെയ്യാൻ മറന്നുപോയി. പാനാവിഷൻ ക്യാമറ, ശബ്ദമില്ലാത്ത ക്യാമറ ഓടുന്നുണ്ടോ എന്നറിയാൻ വയ്യാത്ത നിമിഷങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഒരു തവണ അതിനകത്തൊരു പ്രത്യേക സീക്വൻസസിൽ അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ, അതായത് മോഹൻലാൽ കുഞ്ഞുകുട്ടൻ അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ പോയി കാണുകയും കാലിൽ വന്ദിക്കുകയും ചെയ്യുന്ന ഒരു രംഗം, ഒരുപക്ഷെ ഒരു 2 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഫിലിമിൻ്റെ അവസാനം മോഹൻലാൽ പൊട്ടിക്കരയുന്നു. അതോടുകൂടി റെനറ്റോ കണ്ണ് തുടച്ച് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ആ ആട്ടം കഴിഞ്ഞു. അവൾ സ്നേഹിച്ചതും കാമിച്ചതും